ക്യാരക്ടറൈസേഷൻ തിയറത്തിന്റെ സെറ്റ് ബൗണ്ടഡ് ആകുമ്പോഴുള്ള പ്രൂഫിനെ നമ്മൾ ഒന്നുകൂടി അനലൈസ് ചെയ്യുകയാണ്. ബൗണ്ടഡ് ആണെങ്കിൽ അതിന് അപ്പർ ബൗണ്ടും ഉണ്ട് ലോവർ ബൗണ്ടും ഉണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീം ഉണ്ട്, ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫീമം ഉണ്ട്. എയെ നമ്മൾ ഇൻഫീമം എന്നും ബിയെ നമ്മൾ സെറ്റിന്റെ സുപ്രീം എന്നും വിളിക്കുന്നു. സെറ്റിന്റെ ഇൻഫീമത്തെക്കാളും താഴെ സെറ്റിൽ വാല്യൂ ഇല്ല, സെറ്റിന്റെ സുപ്രീമം കഴിഞ്ഞ സെറ്റിൽ വാല്യൂ ഇല്ല. Then S is a subset of closed interval AB and we have proved that open interval AB is a subset of S. Then ഇപ്പോൾ എസും ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയും തമ്മിൽ എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ മുഴുവൻ പോയിന്റ്സും എസിലുണ്ട്. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ മുഴുവൻ പോയിന്റ്സും എസിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ചു. ഇനി ആരാ രണ്ട് പോയിന്റ്സിനെ പറ്റി എൻ പോയിന്റ്സ് എയും ബിയെയും പറ്റിയേ സംശയമുള്ളൂ. എയും ബിയും എസിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഇന്റർവെലിന്റെ ഫോം മാറും എന്നേ ഉള്ളൂ. അതിൽ ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എയും ബിയും കൂടി ഓപ്പൺ ഇന്റർവൽ എ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ഇൻ അഡീഷൻ ഇഫ് എ കോമ ബി എലമെന്റ് ഓഫ് എസ്. ഇത് കൂടാതെ എ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൂടാതെ എയും ബിയും കൂടെ സെറ്റിലുണ്ടാകാം. അപ്പൊ എസ് എന്താവും? ഓപ്പൺ ഇന്റർവൽ എ ബി മുഴുവനും സെറ്റിലുണ്ട്. ഇനി എയും ബിയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കും. അതിന് പുറത്ത് പോയിന്റ്സ് ഒന്നും ഇല്ല. എ സെറ്റിന്റെ ഇൻഫീമോ ബി സെറ്റിന്റെ സുപ്രീമോ ആണ്. എയുടെ പുറകിലെ പോയിന്റ്സോ ബി കഴിഞ്ഞുള്ള പോയിന്റ്സോ സെറ്റിൽ ഉണ്ടാകത്തില്ല. സെറ്റ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ് എന്നുറപ്പായി. പിന്നെ വരാവുന്നത് എന്താണ്? എ എസിൽ ഉണ്ടാകുകയും ബി എസിൽ ഇല്ലാതാകുകയും ചെയ്യാം. എ എലമെന്റ് ഓഫ് എസ് ആൻഡ് ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് എസ് ഇംപ്ലൈസ് എസ് ഈക്വൽ ടു. അങ്ങനെ വരാം. ഓപ്പൺ ഇന്റർവൽ എ ബി മുഴുവനുണ്ട്, എയും ഉണ്ട്. അപ്പോൾ ക്ലോസ്ഡ് എ ബി ഇല്ല, പക്ഷെ ബി വരെ തൊട്ടുപുറകെയുള്ള പോയിന്റ്സ് ഉണ്ട്. ആ കേസിൽ എ ബി സബ്സെറ്റ് ഓഫ് എസ്, എ എലമെന്റ് ഓഫ് എസ് ആൻഡ് ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് എസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എന്തായാലും എ തുടങ്ങി ബി വരെയുള്ള മുഴുവൻ പോയിന്റ്സും എക്സ്ക്ലൂഡിങ് എ ആൻഡ് ബി ഉണ്ട്. എയും ബിയും കൂടെ ഉണ്ടെങ്കിൽ അത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആവും. എക്ക് പുറകിലെയും ബി കഴിഞ്ഞുള്ള പോയിന്റ്സ് ഒരിക്കലും വരാൻ സാധ്യതയില്ല. എ ഉണ്ട് ബി ഇല്ല എന്ന് വന്നാൽ എസ് ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആയി. ഇനി എ എസിലില്ല, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാം. ബി എസിലുണ്ട് എന്ന് വന്നാൽ എസ് എന്താവും? രണ്ട് പോയിന്റ്സിന്റെ കാര്യത്തിലേ നമുക്കിപ്പോൾ സംശയമുള്ളൂ. ആ രണ്ട് പോയിന്റ്സ് എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ച് ഇന്റർവെലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓപ്പൺ എ ക്ലോസ്ഡ് ബി ആകും. ദെൻ എയും ബിയും എസിലില്ല എന്ന് വിചാരിക്കുക. എന്നാലും എ തുടങ്ങി ബി വരെയുള്ള ബാക്കി എല്ലാ പോയിന്റ്സും എസിലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എസ് ഈക്വൽ ടു ഓപ്പൺ ഇന്റർവൽ എ ബി എന്നായി. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ മുഴുവൻ പോയിന്റ്സ് എസിലുണ്ട്. എയും ഇല്ല ബിയും ഇല്ല, എക്ക് പുറകിൽ ഒട്ടുമില്ല, ബി കഴിഞ്ഞ് ഒട്ടുമില്ല. എസ് ഈക്വൽ ടു ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. If S has a property that for every 2 points xy element of S, x less than y, closed interval xy is a subset of S. ആ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് വെച്ചാണ് എ ബി is a subset of S എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സെറ്റ് ഒന്നുകിൽ ബൗണ്ടഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആയിരിക്കും, അല്ലെ ഓപ്പൺ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവൽ ആയിരിക്കും, അല്ലെ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ ആയിരിക്കും, അല്ലെ ഓപ്പൺ ഇന്റർവൽ എ ബി ആയിരിക്കും. എനിവേ ഇറ്റ് ഈസ് ആൻ ഇന്റർവൽ. എസ് ബൗണ്ടഡ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഏത് രണ്ട് പോയിന്റ്സ് എക്സ് വൈ എടുത്ത് എക്സ് ലെസ് ദാൻ വൈയില് ക്ലോസ്ഡ് ഇന്റർവൽ എക്സ് വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ സെറ്റ് ഇതിലേതെങ്കിലും ഒരു ഇന്റർവൽ ആണ് എന്ന് നമുക്ക് കിട്ടും. ഇതാണ് കേസ് 1. ഇനി കേസ് 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൗണ്ടഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ്. മുമ്പ് എസ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. ഇനി എസ് ബൗണ്ടഡ് എബോവ് ബട്ട് നോട്ട് ബിലോ. എസ് ഈസ് ബൗണ്ടഡ് എബോവ് ബട്ട് നോട്ട് ബിലോ. പ്രൂഫ് മറ്റേതുപോലെ തന്നെയാണ് പോകുന്നത്. ബൗണ്ടഡ് എബോവ് ബട്ട് നോട്ട് ബിലോ. അപ്പൊ നിങ്ങൾക്കറിയാം അപ്പർ ബൗണ്ട് ഉണ്ടാകും, ലോവർ ബൗണ്ട് ഇല്ല, ബട്ട് നോട്ട് ബിലോ. അപ്പോൾ എസിന് ബൗണ്ടഡ് എബോവ്, എസ് ഹാസ് അപ്പർ ബൗണ്ട്, എസ് ഹാസ് അപ്പർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അതൊരു സുപ്രീമം ഉണ്ട്. സുപ്രീമം എസ് അപ്പർ ബൗണ്ട് ഉള്ളതുകൊണ്ട് സുപ്രീമം എസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സെറ്റിന്റെ സുപ്രീമത്തെ നമുക്ക് ബി എന്ന് വിളിക്കാം. ബി ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ് എന്ന് വിളിക്കുകയാണ്. ലോവർ ബൗണ്ട് ഇല്ല, ബി കഴിഞ്ഞ് സെറ്റ് പോകത്തുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം പറയാം. എസ് ഈസ് എ മുമ്പ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറഞ്ഞത്. ലോവർ ബൗണ്ട് ഇല്ല, അപ്പൊ മൈനസ് ഇൻഫിനിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പർ ബൗണ്ട് ഉണ്ട്, സുപ്രീമം ബി ആണ്, അപ്പൊ ബി കഴിഞ്ഞ് ഇനി സെറ്റ് പോകത്തില്ല. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി കഴിഞ്ഞ് പോകത്തില്ല, ബി വരെ ആകാം. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിക്ക് പകരം ഇതിന് ഇക്വലന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് ലോവർ ബൗണ്ട് ഇല്ലാത്തതുകൊണ്ട് മൈനസ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയുള്ള കേസസും നമുക്ക് ഇതേ
ഓൾട്ടറേഷൻസ് കൊടുത്താണ് പ്രൂവ് ചെയ്യേണ്ടത്. എസ് ഈസ് എ സബ്സെറ്റ്. ഇതിപ്പോൾ അപ്പർ ബൗണ്ട് ഉണ്ട്, ലോവർ ബൗണ്ട് ഇല്ല. ലോവർ ബൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് മൈനസ്. ലോവർ ബൗണ്ട് ഇല്ല, നമുക്ക് മൈനസ് ഇൻഫിനിറ്റി വരെ പോവാം. അപ്പർ ബൗണ്ട് പി അല്ല സുപ്രീമം വരെ പോവാം, ബി. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ബി. ഇനി എന്നാ നമ്മൾ ചെയ്തത്, അവിടെ ഓപ്പൺ ഇൻട്രോൽ എ ബി സബ്സെറ്റ് ഓഫ് എസ് എന്ന് പ്രൂവ് ചെയ്തു. നൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഇതിന്റെ ഓപ്പൺ ക്ലോസ്ഡ് ഇൻട്രോൽ എ ബിയുടെ ഓപ്പൺ ഇൻട്രോൽ എ ബി സബ്സെറ്റ് ഓഫ് എസ് അവിടെ പ്രൂവ് ചെയ്ത പോലെ ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിനെന്നായി സബ്സെറ്റ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ ഇവിടെ നിന്ന് ഒരാളെ എടുത്തു. ലെറ്റ് ഇസഡ് എലമെന്റ് ഓഫ് മുമ്പ് ചെയ്തപോലെ തന്നെ ഇസഡ് എലമെന്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ബി എന്ന് പറയുന്നു. ഓപ്പൺ ഇൻട്രോൽ എ ബി എന്ന് ഇസഡിനെ എടുത്തു പോലെ ഇവിടെ നിർണ്ണത്തിന് എടുത്തു. അതിന്റെ അർത്ഥം എന്നാ, മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ബി എന്നാണ് അതിനർത്ഥം. ബി എന്നാ, ബി ഈക്വൽ ടു സുപ്രീമം ഓഫ് എസ്. സുപ്രീമം ഓഫ് എസ് ഇംപ്ലൈസ് ഇസഡ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇസഡ് ക്യാൻ ബി ലോ അപ്പർ ബൗണ്ട്. ഇസഡ് ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ അത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയി പോകും. ബി ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഫോർ സുപ്രീമം. ഇസഡ് ക്യാൻ ബി അപ്പർ ബൗണ്ട്. ഇസഡിന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇസഡിനും ബിക്കും ഇടയ്ക്ക് ഇതിനിടയ്ക്ക് എലമെന്റ് ഓഫ് എസ് ഉണ്ട്, സെറ്റിലെ എലമെന്റ് ഉണ്ട്. ഇംപ്ലൈസ് ദെയർ എക്സിസ്, അതിനെ നമ്മൾ എന്ത് വിളിക്കും, വൈ എന്ന് വിളിക്കാം. വൈ എലമെന്റ് ഓഫ് രണ്ടാമത് വരുന്നല്ലേ വൈ വരുന്നുണ്ട്, എക്സ് പുറകെ വരുന്നുണ്ട്. ദെയർ എക്സിസ് വൈ എലമെന്റ് എക്സ് ലെസ് ദാൻ വൈ എന്നാ കിട്ടേണ്ടതിന് വേണ്ടി. ദെയർ എക്സിസ് വൈ എലമെന്റ് ഓഫ് എസ് സച്ച് ദാറ്റ് ഇസഡിനും ബിക്കും ഇടയ്ക്കുണ്ട് ഇസഡ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി. ഇനി എന്നാ, നമുക്ക് ഇതിന് പുറകിൽ ഒരു എക്സ് കിട്ടണം. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ സബ്സെറ്റ് ഓഫ് എസ് ഉണ്ട്. എക്സിനും വൈക്കും ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും ഉണ്ട്, ഇസഡും സെറ്റിലുണ്ട് എന്ന് പറയാൻ പറ്റും. ഇനി എങ്ങനെയാ ഇതിന് പുറകിൽ ഒരു പോയിന്റിനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇനി എന്നാ നമുക്കുള്ളത്, പുറകിലത്തെ കാര്യം നമുക്കുള്ളത് എന്താ, സെറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് ബിലോ. എസ് നോട്ട് ബൗണ്ടഡ് ബിലോ. ബൗണ്ടഡ് ബിലോ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ, ഇസഡ് നോട്ട് എ ലോവർ ബൗണ്ട്. ഇസഡ് നോട്ട് എ ലോവർ ബൗണ്ട്. ഇസഡ് ലോവർ ബൗണ്ട് ആകാത്ത എന്തുകൊണ്ടാ? ഇസഡിന് പുറകിൽ സെറ്റിലെ പോയിന്റ് ഉണ്ട്. ദെയർ എക്സിസ് എക്സ് എലമെന്റ് ഓഫ് എസ്. സെറ്റിലൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ അതിനെ എക്സ് എന്ന് പേര് വിളിക്കുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. Their x is x element of S such that x less than Z. x less than Z. അത് മതി. അത് ശരിക്കും മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെറ്റ്. മൈനസ് ഇൻഫിനിറ്റി വരെ പോകാവുന്നതാണല്ലോ. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഇതില്ലേലും കുഴപ്പമില്ല. എക്സ് ലെസ് ദാൻ ഇസഡ്. ഇസഡ് ലോവർ ബൗണ്ട് അല്ല, നോട്ട് ബൗണ്ടഡ് ബിലോ. അപ്പൊ ഇസഡിന് പുറകിലും സെറ്റിലെ പോയിന്റ് ഉണ്ട്. Their x is x element of S such that x less than Z എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഇനിക്വാളിറ്റീസ് ചേർത്ത് ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും, ഇത് 2ഉം 3ഉം ആയിക്കോട്ടെ, 2 എന്നും ഇതിനെ 3 എന്ന് വിളിക്കാം. 1 ഏതാ, നമ്മുടെ മൈനസ് ഇൻഫിനിറ്റി ബി. എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ബി 1 ക്ലോസ്ഡ് ഇൻട്രോൽ ബി എന്ന്. അപ്പോൾ 2ഉം 3ഉം കൂടെ ചേർന്നാൽ നമുക്ക് എന്നാ പറയാൻ പറ്റും, 2 and 3 ഗീവ്സ് മുമ്പിലത്തെ പോലെ തന്നെ ഇസഡ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി, എക്സ് ലെസ് ദാൻ ഇസഡ്. നമ്മൾ രണ്ടാമത്തെ 3ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ വൈ ലെസ് ദാൻ ബി എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പാർട്ട് ഇത്രയേ ഉള്ളൂ, എക്സ് ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ വൈ. എക്സ് ലെസ് ദാൻ വൈ, നൗ എക്സ് ലെസ് ദാൻ വൈ ആൻഡ് ഇസഡ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ. ഇസഡ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ. തീരത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് എക്സ് ലെസ് ദാൻ വൈ എക്സ് വൈ എലമെന്റ് ഓഫ് എസ്. എക്സ് വൈ എസിലെയാണ്. എക്സ് ലെസ് ഇവിടെയൊക്കെ കണ്ടീഷൻസിൽ കിട്ടിയ വൈ എലമെന്റ് ഓഫ് എസ്, ഇവിടെ എക്സ് എലമെന്റ് ഓഫ് എസ്. എക്സ് ലെസ് ദാൻ വൈ എക്സ് വൈ എലമെന്റ് ഓഫ് എസ് ഇസഡ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ ഇംപ്ലൈസ് എന്താ, ഇസഡ് എലമെന്റ് ഓഫ് എസ്. അതിനാ കാരണം ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ മുഴുവനും എസിന്റെ സബ്സെറ്റ്. എക്സ് ലെസ് ദാൻ വൈ എക്സ് വൈ എലമെന്റ് ഓഫ് എസ് ഇംപ്ലൈസ് ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എസ്. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എക്സിനും വൈക്കും ഇടയ്ക്കാണ്. ഇസഡ് എലമെന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻട്രോൽ എക്സ് വൈ ആണ്, ഇസഡ് എലമെന്റ് ഓഫ് എസ് ആണ്. അപ്പൊ ഇസഡ് എവിടെ നിന്ന് എടുത്തേ, ഇസഡ് മൈനസ് ഇൻഫിനിറ്റി ബിയിലെ ഒരു പോയിന്റ് ആയിട്ട് എടുത്ത് ഇസഡ് എസിലെ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടി. അതിൻ്റെ അർത്ഥം എന്നാ, മൈനസ് ഇൻഫിനിറ്റി ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. മൈനസ് ഇൻഫിനിറ്റി ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്. ഇനി 1ഉം 2ലും നോക്കിയിട്ട് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് ബി ആൻഡ് മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ്.
മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി ബി വരെ, ബി ഒഴികെ എല്ലാം എസിലുണ്ട് എന്ന് ഉറപ്പായി. പിന്നെ ഇനി മുമ്പ് നമുക്ക് 2 എൻ പോയിന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് 4 പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത്ര ഇല്ല. ഒരു എൻ പോയിന്റ് രണ്ടിടത്ത് ഒരുപോലെയാണ്. നോക്കിക്കേ, എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് ബി ഇക്വേഷൻ 1 മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ഇക്വേഷൻ 2 ഇപ്പൊ ഇവർ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് 2 തരത്തിലേക്ക്, ഇവിടെ 4 തരത്തിൽ ഇൻ അഡീഷൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ 2 തരത്തിലേ പോകത്തുള്ളൂ. ഇഫ് ബി എലമെന്റ് ഓഫ് എസ് ആൻഡ് ഇഫ് ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് എസ്. ഇൻ അഡീഷൻ മൈനസ് ഓപ്പൺ ഇൻറോൽ ഉണ്ട്, ഇൻ അഡീഷൻ ഓപ്പൺ ഇൻറോൽ ഇൻ അഡീഷൻ ഏതാ, ഇൻ അഡീഷൻ ടു ഓപ്പൺ ഇൻറോൽ മൈനസ് ഇൻഫിനിറ്റി ബി ഓഫ് എസ്. ഇതിന് കൂടാതെ ബി എസിലുണ്ടെങ്കിൽ എസ് എന്താവും, ഇഫ് ബി എലമെന്റ് ഓഫ് എസ്, എസ് ഈക്വൽ ടു ബിയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ എന്താവും, എസ് ഈക്വൽ ടു ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി വെക്കത്തുള്ളൂ, ബിയും കൂടെ ഉണ്ട്, ക്ലോസ്ഡ് ബി എന്ന് പറയാം. ബി നോട്ട് ആൻ എലമെന്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി ഉള്ളൂ, ഓപ്പൺ ബി എ ഉള്ളൂ, ബി എസിലില്ല. പക്ഷെ ബി വരെയുള്ള മറ്റെല്ലാം ഉണ്ട് ഇക്വേഷൻ 2 വെച്ച്. ഇപ്പൊ എന്താട്ടെ, എസ് ഈ കേസിലും ഇൻട്രോലാണ്, 2 കേസസ് ഇവിടെ വരത്തുള്ളൂ. എസ് ഈ കേസിലും ഇൻട്രോലാണ്, ഈ കേസിലും ഇൻട്രോലാണ്. എസ് ഈസ് ബൗണ്ടഡ് അബോവ് ബട്ട് നോട്ട് ബിലോ, ദെൻ എസ് ഈസ് ആൻ ഇൻട്രോൾ. എസ് ഈസ് ആൻ ഇൻട്രോൾ. ഇനി 2 കേസസ് കൂടെ വരുമെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യം പറഞ്ഞത് ബൗണ്ടഡ് അബോവും ബൗണ്ടഡ് ബിലോയും ആണ്, അല്ലെ ബൗണ്ടഡ് ആണ്. ഇപ്പൊ പറഞ്ഞത് ബൗണ്ടഡ് അബോവ് മാത്രം, ബൗണ്ടഡ് ബിലോ അല്ല. അപ്പൊ ഇനി പറയാൻ പോകുന്നത് എന്തായിരിക്കും, ബൗണ്ടഡ് ബിലോ ആയിരിക്കും, ബൗണ്ടഡ് അബോവ് അല്ല. അത് ഇതുപോലെ തന്നെ ഇൻഫീമം ഉണ്ടാവും, സുപ്രീമം ഇല്ല. അപ്പൊ റൈറ്റ് സൈഡിലെ ബൗണ്ടിന് ഇതുപോലെ വേരിയേഷൻ കൊടുക്കേണ്ടി വരും. സുപ്രീമം ചെയ്ത പോലെ ഇൻഫീമത്തിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടി വരും. കേസ് 3 എന്ന് പറഞ്ഞത് ബൗണ്ടഡ് എബോവും അല്ല, ബൗണ്ടഡ് ബിലോയും അല്ല. എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ടും ഇല്ല, അപ്പർ ബൗണ്ടും ഇല്ല. ആ കേസിൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്ന് തിരിച്ചും പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമെന്ന് സാധിക്കും. കേസ് 3യും കേസ് 4ഉം ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എക്സസൈസസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നോട്ട്സിൽ ഞാനത് കംപ്ലീറ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതേ ലോജിക്ക് തന്നെയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ബൗണ്ട് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ. ഇസഡ് ലോവർ ബൗണ്ട് ആവാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ഇസഡ് ലോവർ ബൗണ്ട് ഇൻട്രോലിൽ നിന്ന് എടുക്കുന്നു. ഇൻട്രോലിൽ നിന്ന് ഇവിടെ ഓപ്പൺ ഇൻട്രോൽ എ ബിന്ന് എടുത്തു, ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ബിന്ന് എടുത്തു. 4ാമത്തെ കേസിലാകുമ്പോൾ 2 ബൗണ്ടും ഇല്ല. മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഓപ്പൺ ഇൻട്രോലിന് ഇസഡ് എടുക്കുന്നത്. ലോവർ ബൗണ്ട് ഇല്ല, ഇപ്പൊ ഇസഡിന് പുറകിൽ ഒരു പോയിന്റ് സെറ്റിലുണ്ട്. അപ്പർ ബൗണ്ട് ഇല്ല, ഇസഡ് കഴിഞ്ഞ് സെറ്റിലൊരു പോയിന്റ് ഉണ്ട് എന്നുറപ്പായി. അപ്പൊ അങ്ങനെ എക്സും വൈയും കിട്ടും. അപ്പോ ഇസഡിന് സെറ്റില് രണ്ടാമത് വേണ്ട മൈനസ് ഇൻഫിനിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പൺ ഇൻട്രോൽ എ ബി സബ്സെറ്റ് ഓഫ് എസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ബി സബ്സെറ്റ് ഓഫ് എസ്. നമുക്ക് അവിടെ വേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ഇൻട്രോൽ ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് എന്നുള്ളതാണ്. അതിന് ഇവിടെ നിന്ന് ഒരു ഇസഡ് എടുത്ത് അത് എസിലുണ്ടെന്ന് പ്രൂവ് ചെയ്യും. അതേ രീതിയിൽ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ പ്രൂഫ് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുക, കമന്റ് ഇടുക. അപ്പോൾ ഞാൻ അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ അത്യാവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇത് രണ്ടും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോട്ട്സ് ഉണ്ട്. നിങ്ങൾ നോട്ട്സ് തരാം, കംപ്ലീറ്റ് പ്രൂഫ് പഠിക്കാൻ ശ്രമിക്കുക. കേസ് 3യും കേസ് 4ഉം എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ പറയുക, വീഡിയോസ് ഇടാം. താങ്ക് യു.